കേരളം ഒന്നും മറന്നിട്ടില്ല, അങ്ങനെയങ്ങ് മറക്കുകയുമില്ല. 2012 മെയ് 4 പാർട്ടി വിട്ട കുറ്റത്തിന് TP ചന്ദ്രശേഖരനെ 51 വെട്ടുകൾ വെട്ടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി എത്തിയ വാഹനത്തിന് പിന്നിൽ മാഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച ആ കുതന്ത്രം CPM ഇന്നും തുടരുകയാണ്. 2006 ഒക്ടോബർ 22 വിശുദ്ധ റമളാനിലെ അവസാനത്തെ ദിവസം ഒരു പെരുന്നാളിൻ്റെ തലേന്നാണ് പാർട്ടി വിട്ട് ഇപ്പോഴത്തെ SDPIയുടെ മാതൃസംഘടനയായ NDFൽ ചേർന്ന കുറ്റത്തിന് തലശ്ശേരിയിലെ പത്രവിതരണക്കാരനായ ഫസൽ എന്ന ചെറുപ്പക്കാരനെ കൊന്നത്. അന്വേഷണം വഴിതെറ്റിക്കാൻ രക്തം പുരണ്ട തൂവാല RSS കാര്യവാഹകന്റെ വീട്ടിന് മുന്നിൽ കൊണ്ടിട്ടു. ഈ കേസിലെ മുഖ്യപ്രതി ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയാണ്. കാരായി രാജൻ തന്നെയാണ് ഒന്നാം പ്രതി. കാരായി രാജൻ തന്നെയാണ്. 2016 മെയ് 12 കണ്ണൂരിലെ അഴീക്കോട് KM ഷാജി ജയിച്ചത് വർഗീയ പ്രചാരണം നടത്തിയാണെന്ന് വരുത്തി തീർക്കാൻ വ്യാജമായ ഒരു നോട്ടീസ് ഉണ്ടാക്കുന്നു. പരലോകത്ത് നരകത്തിന് മുകളിലൂടെയുള്ള സിറാത്തിന്റെ പാലം എളുപ്പത്തിൽ കടക്കാൻ 5 നേരം നിസ്കരിക്കുന്ന KM ഷാജിക്ക് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്ന ലഘുലേഖകൾ സ്വന്തമായി അച്ചടിച്ച് അത് ഷാജിക്കെതിരായ കേസാക്കി മാറ്റിയ നിറികെട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിന് പിന്നിലും CPMകാരായിരുന്നു. എന്നാൽ നോട്ടീസ് കണ്ടെത്തിയത് UDF കേന്ദ്രത്തിൽ നിന്ന് അല്ല, പകരം CPM പ്രവർത്തകൻ അബ്ദുൽ നാസർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നൽകിയതാണെന്ന് വ്യക്തമാക്കുന്ന പോലീസ് മഹസർ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. 2024 മെയ് 3 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലം. വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ കാഫിർ സ്ക്രീൻഷോട്ടുമായാണ് CPM വന്നത്. കാഫിറായ ശൈലജ ടീച്ചർക്ക് വോട്ട് ചെയ്യരുതെന്ന് വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്നതായി വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് സഖാക്കൾ പ്രചരിപ്പിക്കുകയായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായി കാഫിർ സ്ക്രീൻഷോട്ടിന്റെ നിർമ്മാതാക്കളും വിതരണക്കാരും CPMകാരാണെന്ന് തെളിഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ടിൽ CPMന് ബന്ധം. സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തയാൾ DYFയുടെ ഭാരവാഹിയാണ്. വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷാണ് ആദ്യം ഇത് പോസ്റ്റ് ചെയ്തത്. റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനായ റിബേഷിന്റെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോലീസ് നൽകിയ റിപ്പോർട്ടിൽ ഈ സ്ക്രീൻഷോട്ട് ആദ്യം റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ DYFI ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനാണ് പോസ്റ്റ് ചെയ്തതെന്ന് കണ്ടെത്തി. CPM യുവജന നേതാവിൽ എത്തിയതോടെ കേരള പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി. ഒരു സമുദായത്തെ മുഴുവൻ വർഗീയ ചാപ്പകുത്തി കുറച്ചു ദിവസം മുൾമുനയിൽ നിർത്തിയ ശേഷം ആ വിവാദം പിടിക്കപ്പെട്ടപ്പോൾ തൊണ്ടി സഹിതം പൊക്കിയപ്പോൾ ഇപ്പോൾ കേസില്ലത്രേ. പോലീസിന് അതിന്റെ ഉത്ഭവം കണ്ടെത്താനായില്ലത്രേ. ഏറ്റവും അവസാനം സ്ക്രീൻഷോട്ട് കണ്ടെത്തിയ ഫോണിന്റെ ഉടമയ്ക്ക് അത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് വിട്ടുകളഞ്ഞു അത്ര. 2024 നവംബർ 19 പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ദേശാഭിമാനിക്ക് കിട്ടാത്ത പരസ്യങ്ങൾ മറ്റു ചില പത്രങ്ങളിൽ വന്നു. പ്രത്യേക സമുദായങ്ങളുടെ വികാരമിളക്കാൻ ആ സമുദായ പത്രങ്ങൾക്ക് പ്രത്യേക പരസ്യങ്ങളെന്ന കുറുക്കൻ തന്ത്രം. CPM നൽകിയ പരസ്യം വിവാദത്തിൽ. മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് പരസ്യം നൽകിയത്. CPMന്റേത് വിഭാഗീയ നീക്കമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 2026 ഏപ്രിൽ 1 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിക്കെതിരെ കൗമിലെ കുട്ടിക്ക് ലീഗ് വോട്ട് ചോദിക്കുന്നു എന്ന വ്യാജ ആരോപണം എഴുതിയുണ്ടാക്കി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് അനൗൺസ്മെന്റ് നടത്തിയാണ് CPM വർഗീയ വികാരം ഇളക്കിവിടാൻ ശ്രമിച്ചത്. UDF നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും അന്വേഷണം തുടരുകയാണ്. പേരാമ്പ്രയിലും LDF കാഫിർ സ്ക്രീൻഷോട്ട് മോഡൽ പ്രചാരണം നടത്തുന്നതായി UDF. നമ്മുടെ വോട്ട് നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്ന ലീഗ് പ്രചരിപ്പിക്കുന്നു എന്നാണ് LDFന്റെ അനൗൺസ്മെന്റ്. മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും, പിന്നെയും ഈ മണ്ണിൽ സ്നേഹത്തോടെ കഴിയേണ്ടവരാണ് നമ്മൾ. 4 വോട്ടിനു വേണ്ടി നാട് കത്തിക്കാൻ മടിയില്ലാത്ത LDFനെ തുരത്തേണ്ട തെരഞ്ഞെടുപ്പാണിത്. കണക്ക് ചോദിക്കാൻ സമയമായി.